ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാപ്രമേയം ഒറ്റ സംഭവമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ BIYindia.com/Malayalam എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഇന്ന് ഒരു പുതിയ ബൈബിൾ കാലഘട്ടത്തിലേക്ക് നമ്മുടെ വായനാ പദ്ധതി പ്രവേശിക്കുകയാണ്. ഡെസേർട്ട് വാണ്ടറിങ്സ് അഥവാ മരുഭൂമിയിലൂടെയുള്ള അലച്ചിലുകൾ. ഈ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരുക്കമായി മറ്റ് ടൈം പീരീഡുകളിൽ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഈ കാലത്തെക്കുറിച്ചുള്ള ഒരു ആമുഖം, ഒരു ചർച്ചയായി നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാനപ്പെട്ട വിൽസൺ തട്ടാരുതുണ്ടിലച്ചനാണ്. അച്ഛൻ നമ്മുടെ ഈ ബൈബിൾ വായനാ പദ്ധതിയുടെ ഭാഗമാണ്. കൂടാതെ നമ്മുടെ മൗണ്ട് കാർമലുമായി ബന്ധപ്പെട്ട ആത്മീയ ശുശ്രൂഷകളുടെ എല്ലാം ആരംഭകാലം മുതലെയുള്ള പങ്കാളിയുമാണ്. ദൈവവചന പഠനത്തിനും പ്രചാരത്തിനും അച്ഛൻ്റെ ശക്തമായ ശുശ്രൂഷയും സമർപ്പണവും ഈ നാളുകളിലെല്ലാം നമുക്ക് വലിയ സഹായമായി തീർന്നിട്ടുള്ളതാണ്. അച്ഛനെ വളരെ സ്നേഹത്തോടെ ഈ പോഡ്കാസ്റ്റിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. നല്ല കർത്താവേ, ഞങ്ങളുടെ വായനാ പദ്ധതി കർത്താവെ 3 കാലഘട്ടങ്ങൾ പിന്നിട്ട് ഈ 4ാമത്തെ ടൈം പീരീഡിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കാരുണ്യത്തിന് ഞങ്ങൾ സ്തോത്രവും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ഈ പുതിയ കാലഘട്ടം മനസ്സിലാക്കാൻ ഒരുങ്ങുമ്പോൾ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം അങ്ങ് നൽകണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട വിൽസനച്ച, അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പോഡ്കാസ്റ്റിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് 2 തലങ്ങളിലായിട്ടാണ് നമ്മുടെ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത്, നമ്മൾ ഈ വരാൻ പോകുന്ന ബൈബിൾ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു, അതിനെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നു. രണ്ടാമത്തേത്, ഒരു വായനക്കാരൻ്റെ കാഴ്ചപ്പാടിൽ ഈ ബൈബിൾ വായനാ പദ്ധതി സ്വാധീനിക്കുന്ന അനേക ലക്ഷം ആളുകളുടെ പ്രതിനിധിയായിട്ട് കൂടിയാണ് അച്ഛൻ ഇന്ന് ഈ പോഡ്കാസ്റ്റിൽ ചേരുന്നത്. നമുക്കതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഈ ചർച്ചയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. വിൽസനച്ചനെ ഏറ്റവും സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് നന്ദി. വളരെ സന്തോഷം ഡാനിയലച്ചൻ്റെ ഈ ചരിത്ര നിയോഗത്തിൽ ഈ വിധത്തിൽ പങ്കുകാരനായി തീരാൻ സാധിക്കുന്നതിൽ. ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ ഇതിനോടകം തന്നെ ഞാൻ അതിൽ പങ്കുകാരനാണ്. അനേക ലക്ഷം ആളുകളോട് ഒരുമിച്ച് ഇന്ന് സവിശേഷമായ വിധത്തിൽ ഇങ്ങനെയൊരു ചർച്ചയിൽ പങ്കെടുക്കുന്നതിലൂടെ ദൈവം കൂടുതലായി ഇതുമായി പങ്കുചേരാനായിട്ട് എനിക്ക് തന്ന ഈ വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നുവെച്ചാൽ നമ്മൾ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. അച്ഛൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമിയിലൂടെയുള്ള അലച്ചിലാണ് ഈ കാലഘട്ടത്തിൻ്റെ വിഷയം. പഴയ നിയമം വായിക്കുമ്പോൾ എപ്പോഴും എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ചരിത്ര വിവരണമാണ് മരുഭൂമിയിലൂടെയുള്ള ഈ അലച്ചിൽ. ഒരുപക്ഷെ ഇസ്രായേൽ ജനത്തെ ദൈവം പരിശീലിപ്പിച്ച ഒരു കാലഘട്ടമായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് എന്താണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? നമ്മൾ ഈ മരുഭൂമിയിലെ അലച്ചിലുകൾ എന്ന ഈ ടൈം പീരീഡിൽ ചർച്ച ചെയ്യുന്നത് പ്രധാനമായി 2 പുസ്തകങ്ങളാണ്. ഒന്നാമത്തേത് സംഖ്യയുടെ പുസ്തകവും രണ്ടാമത്തേത് നിയമാവർത്തന പുസ്തകവും. നമ്മൾ അടുത്ത 29 ദിവസം നമ്മൾ വായിക്കാൻ പോകുന്നത് ഈ 2 പുസ്തകങ്ങളാണ്. ഇനി വരാൻ പോകുന്ന 29 ദിവസങ്ങൾ, അതായത് ഇനി 80ാമത്തെ ദിവസം വരെയാണ് നമ്മുടെ വായന ഈ കാലഘട്ടത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഖ്യയുടെ പുസ്തകവും നിയമാവർത്തന പുസ്തകവുമാണ് ഇതിൻ്റെ വായന പ്രമേയം. പ്രധാനമായും സംഖ്യയുടെ പുസ്തകം യാത്രാ വിവരണമാണ്. നിയമാവർത്തന പുസ്തകം രണ്ടാമത് വീണ്ടും നിയമങ്ങൾ വിശദീകരിക്കുന്നതും. ഏതാണ്ട് 40 വർഷമാണ് സംഖ്യയുടെ പുസ്തകം കവർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പൊതുവായ ഒരു യാത്രാ വിവരണവും നിയമങ്ങളുടെ ആവർത്തനവുമാണ് നമ്മൾ പ്രധാനമായും ഈ പുസ്തകങ്ങളിലൂടെ വായിക്കാൻ പോകുന്നത്. ഈ രക്ഷാകര ചരിത്രത്തിൽ ഈ സംഖ്യാപുസ്തകത്തിനുള്ള ഒരു പ്രാധാന്യം എന്താണ്? പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് സംഖ്യ എന്നുള്ളൊരു പേര് തന്നെ ഇതിന് നൽകപ്പെട്ടിരിക്കുന്നത്? വളരെ വ്യത്യസ്തമായ ഒരു പേര്. ഒരു പക്ഷേ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ
അതിനേക്കാൾ മനോഹരമായ പേരൊക്കെ നമുക്ക് തോന്നിയെന്ന് വരാം. പക്ഷേ ദൈവപദ്ധതിയിൽ സംഖ്യ എന്നുള്ള പേര് തന്നെ നൽകിയിരിക്കുന്നു. ഈ സംഖ്യയ്ക്ക് എന്താണ് രക്ഷാകര ചരിത്രത്തിൽ ഉള്ള പങ്ക്? നമ്മൾ അച്ഛൻ ചോദിച്ചത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം ഈ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകളിലുമൊക്കെയാണ് ഇതിൻ്റെ പേര് സംഖ്യ എന്ന്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഹെബ്രായ പുസ്തകത്തിൻ്റെ പേര് സംഖ്യ എന്നല്ല, മരുഭൂമിയിലെ ആലച്ചിലുകൾ എന്ന് തന്നെയാണ്. അപ്പോൾ സംഖ്യ എന്ന പേര് പിന്നീട് വിവർത്തനങ്ങൾ വന്നപ്പോൾ സംഖ്യ എന്ന പേര് വരാൻ കാരണം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും കാണപ്പെടുന്ന 2 സെൻസസുകളാണ്. അപ്പോൾ ഈ 2 ഖാനേഷുമാരി കണക്കെടുപ്പ്, 2 സെൻസസുകൾ ഉള്ളതുകൊണ്ടാണ്, ഈ നമ്പറിംഗ് ഉള്ളതുകൊണ്ടാണ് ബുക്ക് ഓഫ് നമ്പേഴ്സ് എന്നതിനെ പ്രധാനമായിട്ടും വിളിക്കുന്നത്. നമ്മൾ ഈ സംഖ്യയുടെ പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയണമെങ്കിൽ യഥാർത്ഥത്തിൽ തുടങ്ങേണ്ടത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്. നമുക്കറിയാം, ഒരു സ്ത്രീയുടെ സന്തതി സാത്താൻ്റെ തല തകർക്കും എന്ന പ്രത്യാശയിലൂടെയാണ് ബൈബിളിൻ്റെ വായനാ ചരിത്രം മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ ഈ സ്ത്രീയുടെ സന്തതിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ദൈവമനുഷ്യരുടെ നിരയും ലോകമനുഷ്യരുടെ നിരയും നമ്മൾ കണ്ടിരുന്നു. അതിൽ ദൈവമനുഷ്യരുടെ നിരയിൽ നിന്നാണ് ഈ സ്ത്രീയുടെ സന്തതി പിറക്കേണ്ടത്. അങ്ങനെ ദൈവം കാത്തുവെച്ച ഒരാളായിരുന്നു പിന്നീട് നമ്മൾ കാണുന്ന നോഹ. ആദം കഴിഞ്ഞ് സേത്ത്, സേത്ത് കഴിഞ്ഞ് നോഹ. പക്ഷെ നോഹയുടെ കാലം കഴിയുമ്പോഴേക്കും മനുഷ്യൻ വീണ്ടും കായൻ്റെ പരമ്പരയും അതുപോലെ തന്നെ സേത്തിൻ്റെ പരമ്പരയും തമ്മിൽ കലരുകയും നോഹയുടെ കാലം എത്തുമ്പോഴേക്കും പ്രളയം മൂലം ഭൂമി മുഴുവൻ നശിച്ചില്ലാതാവുകയും ചെയ്യുന്ന സമയത്താണ് നോഹയെ ദൈവം പ്രതീക്ഷയോടെ കരുതി വെക്കുന്നത്. പക്ഷെ നോഹയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. നോഹ മദ്യപിച്ച് നഗ്നനായി കിടന്നതും പിന്നീട് നോഹയുടെ മകൻ കുറ്റം ചെയ്യുന്നതും ആ പദ്ധതികളെ തകർക്കാൻ സാത്താൻ ശ്രമിക്കുന്നതും നമ്മൾ കാണുകയാണ്. അങ്ങനെ ബാബേൽ ഗോപുരത്തിൻ്റെ നിർമ്മാണത്തോടുകൂടി നോഹയുടെ മക്കൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലായി ചിതറിപ്പോകുമ്പോൾ വീണ്ടും ഈ രക്ഷാകര പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകാനും ചിതറിപ്പോയ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടാനും ദൈവം തിരഞ്ഞെടുത്ത ആളായിരുന്നു അബ്രാഹാം. അബ്രാഹത്തിൻ്റെ ചരിത്രം തുടരുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ഈ ചിതറിപ്പോയ ജനത്തെ ഒരൊറ്റ ജനതയാക്കി മാറ്റുക എന്നാണ്. അതിന് ദൈവം ഇസ്രായേൽ എന്ന ഒരു ജനതയെ രൂപപ്പെടുത്തുകയാണ്. അങ്ങനെ ഇസ്രായേലിനെ രൂപപ്പെടുത്തുന്നതാണ് അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്കിൻ്റെ മകൻ യാക്കോബിൻ്റെ 12 മക്കളെ, 12 ഗോത്രങ്ങളെ ഒരു ജനതയാക്കി മാറ്റി അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് കാനാൻ ദേശത്തേക്ക് ദൈവം വഴി നടത്തുന്നതിൻ്റെ ചരിത്രമാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചത് ഈജിപ്തിൽ നിന്ന് ജനം പുറപ്പെട്ടു. അവർ കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ സീനായി മലയുടെ അടിവാരത്തിൽ എത്തിച്ചേർന്നു. എന്നാൽ അവിടെ വെച്ചാണ് അവർ കാളക്കുട്ടിയെ ആരാധിച്ച് ദൈവിക പദ്ധതികളെ വീണ്ടും സാത്താൻ തകർക്കാനുള്ള ശ്രമം നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇനി ഈ പദ്ധതി മുന്നോട്ട് നീങ്ങുന്നതിന് ദൈവത്തിൻ്റെ മുമ്പിൽ ഈ ജനത തികച്ചും വ്യത്യസ്തമായ ഒരു ജനതയായി മാറേണ്ടതുണ്ട്. നമ്മൾ ഈ പുറപ്പാട് പുസ്തകത്തിലും അതുപോലെ തന്നെ സംഖ്യയുടെ പുസ്തകത്തിലും നിയമാവർത്തന പുസ്തകത്തിലുമെല്ലാം കാണുന്ന ഒരു സ്ട്രഗിൾ, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ഈ ജനതയെ എങ്ങനെ ദൈവത്തിന് തൻ്റെ സ്വന്തം ജനമാക്കി മാറ്റാൻ കഴിയും? അടിമകളായിരുന്ന ഒരു ജനത, വിജാതീയ ദൈവങ്ങളെ ആരാധിച്ചിരുന്നൊരു ജനത എങ്ങനെ യഹോവയെ ആരാധിക്കുന്ന വ്യത്യസ്തതയാർന്നൊരു ജനമായി മാറും? അപ്പോൾ ഈ സംഘർഷമാണ് നമ്മൾ മരുഭൂമിയിൽ ജനം യാത്ര ചെയ്യുമ്പോൾ കാണുന്നത്. പക്ഷെ ഇവിടെ സംഖ്യയുടെ പുസ്തകം പ്രത്യേകമായിട്ട് വിവരിക്കാൻ പോകുന്നത് ഈ 2 സെൻസസുകൾക്കിടയിൽ ഈ ജനം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വപ്നത്തിനിണങ്ങിയ ഒരു ജനമാകുന്നതിന് പകരം പരാജയപ്പെട്ട് മരുഭൂമിയിൽ മരിച്ചു വീഴുകയാണ്. ആദ്യത്തെ സെൻസസിൽ പേര് ചേർക്കപ്പെട്ട ആളുകളിൽ 2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും രണ്ടാമത്തെ സെൻസസിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ദുരന്തം. അതായത് ഈ മരുഭൂമിയിൽ വെച്ച് ഈ ജനം മരിച്ചു വീഴുന്നതിൻ്റെ 40 വർഷം കൊണ്ട് ആദ്യത്തെ തലമുറ മുഴുവൻ നശിച്ചു പോകുന്നതിൻ്റെ ഒരു ചരിത്രമാണ് സംഖ്യയുടെ പുസ്തകം. ഞാൻ ഇത് ഒരു പശ്ചാത്തല വിവരണം അല്ലെങ്കിൽ ഈ സംഖ്യയുടെ പുസ്തകത്തിൽ വിവരിക്കുന്ന കാര്യങ്ങളുടെ വിവരണം എന്നതിനപ്പുറത്ത് എന്നെ ഇത് സ്പർശിച്ചത് മറ്റൊരു വിധത്തിലാണ്. അത് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കാം. അതായത് എല്ലാ മനുഷ്യരുടെയും ജീവിതം മുന്നോട്ട് നീങ്ങുന്നത് ഒരു നരേറ്റീവിൻ്റെ വെളിച്ചത്തിലാണ്. ഒരു കഥ. നമ്മൾ ഈ വായനാ പദ്ധതിയിൽ കഥയെന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചപ്പോഴൊക്കെ പല ആളുകളും അതിനെ ഇങ്ങനെ ഒരു തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയിരുന്നു. അതായത് ഇത് ബൈബിളിലെ കഥയാണോ, ഇത് സംഭവമല്ലേ? കഥ എന്ന് അതൊരു വിശദീകരിക്കാൻ കൂടി ഈ ഒരു സന്ദർഭം പ്രയോജനപ്പെടുന്നത് നല്ലതാണ്. അതായത് കഥ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബാലമംഗളത്തിലും ബാലരമയിലും വായിക്കുന്ന കഥ എന്നല്ല, നാരേറ്റീവ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു നാരേറ്റീവ്. അതായത് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് അവർ സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരു നാരേറ്റീവിൻ്റെ പിൻബലത്തിലാണ്. എല്ലാവരുടെയും ജീവിതം രൂപപ്പെട്ടിരിക്കുന്നത് ഒരു നാരേറ്റീവിൻ്റെ വെളിച്ചത്തിലാണ്. ഒരു വിവരണം, ഒരു കഥ.
അതിന് ഉപയോഗിക്കാൻ പറ്റിയ മറ്റൊരു വാക്ക്, നല്ലൊരു വാക്കില്ല. ഒരു കഥയാണ് നമ്മളെ നയിക്കുന്നത്. സങ്കല്പ കഥയെന്നല്ല, മറിച്ച് ഒരു സത്യം, അവരുടെ ഉള്ളിൽ ഒരു സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരു വിവരണമാണ് മനുഷ്യരുടെ ഉള്ളിൽ അവരുടെ ജീവിതത്തെ നയിക്കുന്നത്. മനുഷ്യൻ ജീവിതത്തെ, ഇപ്പോൾ മനുഷ്യൻ സഹജീവിയെ കൊല്ലാത്തത്, മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നത്, എല്ലാം അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു നരേറ്റീവിൻ്റെ വെളിച്ചത്തിലാണ്. ഈജിപ്ത് ചെയ്തത് ഈ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മനസ്സിലുണ്ടായിരുന്ന യഹോവയായ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന ആ നരേറ്റീവിനെ നശിപ്പിച്ചു കളഞ്ഞ സ്ഥലമാണ് ഈജിപ്ത്. ജനത്തിന് സ്വന്തം ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു പോയി. തങ്ങളുടെ കഥ എന്താണെന്ന് അവർ മറന്നു. തങ്ങളുടെ ഭൂതകാലം എന്താണെന്ന് അവർ മറന്നു. തങ്ങളുടെ പിതാക്കന്മാരെ ദൈവം വഴി നടത്തിയ ആ നാരേറ്റീവ്, ആ കഥ അവർ മറന്നുപോയി. അപ്പോൾ ആ മറന്നുപോയെടുത്താണ് 400 വർഷത്തെ അടിമത്തത്തിന് ജനം വിധേയമാകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സംഖ്യയുടെ പുസ്തകത്തിൽ ഈ യഹൂദർക്ക് സംഭവിക്കുന്ന, ഇസ്രായേലിയർക്ക് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, ദൈവം യഥാർത്ഥ സ്റ്റോറി, അവരുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന യഥാർത്ഥ നാരേറ്റീവ് അവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവർ ഈ പഴയ കഥയിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുന്നതാണ് ഈ ജനത്തിൻ്റെ ദുരന്തം. അതായത് അവരെ ദൈവം ഒരു പുതിയ നാരേറ്റീവാണ് ദൈവം തരുന്നത്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, നിങ്ങൾ ആരാധക ജനമാണ്, നിങ്ങൾ ഈജിപ്തുകാരെ പോലെയല്ല. ഈ ലേവ്യരുടെ പുസ്തകത്തിലെ എല്ലാ നിയമങ്ങളും ദൈവം നൽകുന്നത് ഈ ജനം വ്യത്യസ്തരായ ജനമാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നിയമങ്ങളെല്ലാം അവർക്ക് കൊടുക്കുന്നത് ഈ ജനം മറ്റുള്ളവരെ പോലെ അല്ല. യു ആർ എ ഡിഫറൻറ്റ് നേഷൻ. നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനതയാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ ആവാൻ പറ്റില്ല. നിങ്ങളുടെ സ്റ്റോറി വേറെയാണ്. അപ്പോൾ ഈ 40 വർഷം കൊണ്ട് ഈ ജനം യഥാർത്ഥത്തിൽ ആ ദൈവം അവർക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഈ പുതിയ നാരേറ്റീവ്, പുതിയ ഐഡൻറ്റിറ്റി, അത് മറന്നിട്ട് അവർ പഴയ ഈജിപ്തിലെ ആ പഴയ കഥയിലേക്ക് മടങ്ങിപ്പോവാനുള്ള അവരുടെ പരിശ്രമമാണ് യഥാർത്ഥത്തിൽ അവരെ നശിപ്പിക്കാൻ ഇടയാക്കുന്നത്. ഞാനിത് പറയാൻ കാരണം ഇതും നിയമാവർത്തനവും തമ്മിൽ ബന്ധമുണ്ട്. നിയമാവർത്തനത്തിൽ യഥാർത്ഥത്തിൽ മോശ അവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയ ആ കഥയെക്കുറിച്ചാണ്. അവരുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി എന്താണെന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ 2 സെൻസസുകൾക്കിടയിൽ ഈ ജനത്തിന് നഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ അവരുടെ സ്വന്തം നാരേറ്റീവ് എന്താണെന്ന്, അല്ലെങ്കിൽ അവരുടെ സ്വന്തം കഥ എന്താണെന്ന് ദൈവം അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് പഠിക്കാതെ പരാജയപ്പെട്ട് ദൈവ പദ്ധതികളിൽ നിന്ന് മാറിപ്പോയൊരു ജനത്തിൻ്റെ ചരിത്രമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഈ മരുഭൂമിയുടെ അരച്ചില്ലുകളെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, ദൈവം ഇത്രമാത്രം ക്രൂരനാണോ? അതായത് അവർ തന്നെ ഇസ്രായേൽക്കാർ പരാതിപ്പെടുന്നത് പോലെ ഒത്തിരി കഷ്ടതകൾ, പ്രയാസങ്ങൾ. ഇപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ ഭൂരിഭാഗം പേരും വാഗ്ദത്ത ദേശത്ത് എത്തിച്ചേരുന്നില്ല. ഈ മരുഭൂമിയുടെ അലച്ചിലുകൾക്കിടയിൽ അവർക്ക് ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യം. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പ്രവർത്തിച്ചത്? അതായത് ഈ യഥാർത്ഥത്തിൽ പുറപ്പാട് പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ ജനം സീനായി മലയുടെ അടിവാരത്തിലാണ്. അവിടെ നിന്ന് അവർ യാത്ര തിരിക്കുന്നത് ഏതാണ്ട് 1 വർഷവും 2 മാസവും കഴിഞ്ഞിട്ടാണ്. അപ്പോൾ കാളക്കുട്ടിയെ ആരാധിച്ചതിന് ശേഷം, ഇത്രയും നാൾ യാത്ര ദീർഘിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ അവരുടെ യാത്ര വീണ്ടും തുടരുന്നത് സംഖ്യയുടെ പുസ്തകം 10-ാം അധ്യായം മുതലാണ്. 10-ാം അധ്യായം വരെ വിവരണങ്ങളാണ്. 10-ാം അധ്യായം മുതലാണ് ഈ യാത്ര വീണ്ടും ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ 1 വർഷവും 2 മാസവും കഴിഞ്ഞിട്ടാണ്. സീനായി മലയുടെ അടിവാരത്തിൽ അത്രയും നാൾ അവർ താമസിച്ചു. അത് കഴിഞ്ഞ് ഈ യാത്ര തുടങ്ങി മുന്നോട്ട് നീങ്ങിക്കഴിയുമ്പോൾ ഒരു 3 ദിവസം കഴിയുമ്പോൾ മുതൽ ഇവർ വീണ്ടും പരാതിപ്പെടാനും മറുതലിക്കാനും തുടങ്ങി. അപ്പോൾ ആ യാത്ര വീണ്ടും മുന്നോട്ട് നീങ്ങുന്ന സമയത്താണ് നമ്മൾ കാണുന്നത് കാദേശ് ബർണയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇവർ എത്തിച്ചേരും. ഈ കാദേശ് ബർണയ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സെപ്പറേഷൻ എന്നാണ്, വേർതിരിവ് എന്നാണ്. അതായത് ഈ കാദേശ് ബർണയയിൽ വെച്ച് ദൈവം ഒരു വേർതിരിവ് എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേഷൻ നടത്താൻ പോവാണ്. ആരൊക്കെയാണ് ദൈവ പദ്ധതികളെ വിശ്വസിക്കുന്നത്, ആരൊക്കെയാണ് വിശ്വസിക്കാത്തത്? ഇസ്രായേലിൻ്റെ ഈ യാത്രക്കിടയിൽ അവർക്കൊരു സെപ്പറേഷൻ നടക്കുന്ന സ്ഥലമാണ് ഈ കാദേശ് ബർണയ. അപ്പോൾ ആ വാക്കും അവരുടെ സംഭവിക്കുന്ന സംഭവങ്ങളും തമ്മിൽ വളരെ കണക്റ്റഡാണ്. അപ്പോൾ 12 ഗോത്രത്തിൽ നിന്ന് 12 പേരെ ചാരന്മാരായി 40 ദിവസത്തേക്ക് അയക്കുന്നു. ഇവർ കാനാൻ ദേശം ഉറ്റുനോക്കിയിട്ട് തിരിച്ചു വന്നിട്ട് നാട് വളരെ നല്ലതാണെന്നും, എന്നാൽ ആ നാട് നമുക്കൊരിക്കലും കീഴ്പ്പെടുത്താൻ കഴിയില്ല, കാരണം അവിടെയുള്ളവ രാക്ഷസന്മാരാണ്, അവർ നമ്മളെ വിഴുങ്ങിക്കളയുമെന്ന തെറ്റായ വാർത്ത കൊടുക്കുന്നു. ഇത് തെറ്റായ വാർത്തയാണെന്ന് നമുക്കറിയാം, കാരണം പിന്നീട് നമ്മൾ ജോഷുവയുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. റാഹാബ് എന്ന് പറയുന്ന വേശ്യ പറയും, ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പേടിച്ചിരിക്കുകയാണ്. ചാരന്മാർ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ് റാഹാബ് പറയാൻ പോകുന്നത്. കാരണം ചാരന്മാർ പറയുന്നത് നമ്മൾ പേടിക്കണമെന്നാണ്, എന്നാൽ അവർ പറയുന്നത് നിങ്ങൾ വരുന്നെന്ന് കേട്ട് പേടിച്ചിരിക്കുകയാണെന്നാണ്.
അപ്പോൾ ഈ തെറ്റായ വിവരണം കൊടുത്ത് ജനം മുഴുവൻ ഒരു നേതാവിനെ തിരഞ്ഞെടുത്ത് ഈജിപ്തിലേക്ക് മടങ്ങിപ്പോവാൻ തുടങ്ങുമ്പോൾ അതാണ് ഗൗരവതരമായൊരു തിന്മയായി മാറുന്നത്. അതായത് ദൈവം അവരെ ഈ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് കാനാൻ ദേശത്തേക്ക് പ്രവേശിപ്പിച്ച് ദൈവം അവരുടെ ഏറ്റവും നല്ല പ്ലാൻ അവരെക്കുറിച്ചുള്ളത് പൂർത്തിയാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ആവശ്യമില്ല, ഞങ്ങൾക്കത് ആവശ്യമില്ല, ഞങ്ങൾക്ക് നിൻ്റെ വാഗ്ദത്ത ദേശം വേണ്ട, ഞങ്ങൾക്ക് ഈജിപ്തിൻ്റെ അടിമത്തം മതി എന്ന് പറഞ്ഞ് അവർ തങ്ങളുടെ ആ വ്യർത്ഥമായ കഥയിലേക്ക് മടങ്ങിപ്പോവാൻ ഒരുങ്ങുന്നതാണ് ഇവിടുത്തെ മാരകപാപം. അതായത് ദൈവത്തെ വിശ്വസിക്കാത്ത, ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാത്ത ഒരു ജനതയ്ക്ക് വാഗ്ദത്ത ദേശം കൈവശമാക്കാൻ കഴിയില്ല. അവർ പറഞ്ഞത് തന്നെയാണ് അവർക്ക് സംഭവിക്കുന്നത്. ദൈവം അവരോട് ചെയ്തു എന്നതിനേക്കാൾ അവർ പറഞ്ഞ വാക്കാണ് അവർക്ക് സംഭവിക്കുന്നത്. മരുഭൂമിയിൽ വെച്ച് മരിക്കുന്നതായിരുന്നു ഇതിലും ഭേദം എന്നവരൊരു വാക്ക് പറയുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ അവർക്ക് സംഭവിക്കുന്നത്. മരുഭൂമിയിൽ വെച്ച് അവർ മരിക്കുകയാണ്. ഇനി അവർ പറഞ്ഞ വേറൊരു വാക്കുണ്ട്, കാട്ടുമൃഗങ്ങൾക്ക് ഇരയാവാൻ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ കാട്ടുമൃഗങ്ങൾക്ക് ഇരയാവും എന്നവർ പറയുമ്പോൾ ദൈവം പറയുന്നുണ്ട്, ഈ ഈജിപ്തിൽ വെച്ച് മൃഗങ്ങൾക്ക് ഇരയായി ആഹാരമായി ഇല്ലാതാവുമെന്ന് നിങ്ങൾ പറഞ്ഞ ആ മക്കളെ ഞാൻ വാഗ്ദത്ത ദേശത്ത് പ്രവേശിപ്പിക്കും. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ സംഖ്യയുടെ പുസ്തകം നമ്മളോട് പറയുന്നത്, നമ്മൾ ദൈവം നമുക്ക് നൽകുന്ന മനോഹരമായതിനേക്കാൾ ഏറ്റവും നല്ല, ഞാനതിനെ വിളിക്കുന്ന പ്ലാൻ എ എന്നാണ്. ഏത് ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു പ്ലാൻ എ, ആ പ്ലാൻ എ ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്ലാൻ ഡി മതി, ഇ മതി, അല്ലെങ്കിൽ എച്ച് മതി, എസ് മതി, ടി മതി എന്ന് പറയുന്ന ഒരു തിരിച്ചുപോക്കാണ് ഈ ഇസ്രായേൽ ജനം നടത്തുന്നത്. ദൈവത്തിൻ്റെ പ്ലാൻ എയിലേക്ക് തിരിച്ചു പോകാത്തവർക്ക് സ്വാഭാവികമായി സംഭവിക്കുന്ന ദുരന്തമാണ് മരുഭൂമിയിൽ അവർ മരിച്ചു വീഴുന്നത്. ഏറ്റവും നല്ലത് വേണ്ട എന്ന് പറഞ്ഞ് മോശപ്പെട്ടതിലേക്ക് മടങ്ങിപ്പോകുന്നവർക്ക് ഇതിൽ അപ്പുറം എന്ത് സംഭവിക്കാനാണ് എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ കാദേശ് ബർണയ യഥാർത്ഥത്തിൽ ഒരു സെപ്പറേഷൻ്റെ സ്ഥലമാണ്. നമ്മൾ ബൈബിൾ വായനയിൽ ദൈവം വായനക്കാരായ നമ്മളിലും വരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വിഭജനമാണ്, ഒരു വേർതിരിവാണ്. ആ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും, ട്രസ്റ്റ് ചെയ്യുന്നവരും ട്രസ്റ്റ് ചെയ്യാത്തവരും. ആരാണ് ദൈവത്തിൻ്റെ ഏറ്റവും നല്ല പദ്ധതിയിലേക്ക്, പ്ലാൻ എയിലേക്ക് എത്തുന്നത്? അത് സൽസ്വഭാവികളല്ല, വിശുദ്ധരായവരല്ല, ജീവിതത്തിലെല്ലാം നല്ലത് മാത്രം ചെയ്തവരല്ല, മറിച്ച് ദൈവത്തെ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്തവർ. ഇതാണ് ശരിക്കും സംഖ്യയുടെ പുസ്തകത്തിൻ്റെ എനിക്ക് നമുക്ക് ഈ ടേക്ക് അവേ എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ടേക്ക് അവേ ചെയ്യാനുള്ള പാഠം ഇതാണ്. ഏറ്റവും നല്ലതിലേക്ക് നമ്മൾ എത്തും. അത് പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. യൂദായുടെയൊക്കെ ചരിത്രം പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട്, ജോസഫിൻ്റെ കയ്യിലല്ലേ സത്യത്തിൽ ഈ ബാറ്റൺ കൈമാറേണ്ടത്. കാരണം ഏറ്റവും നല്ലതായിട്ട് ജീവിച്ച അയാളല്ലേ. പക്ഷേ ആ അധ്യായത്തിലെ ഏറ്റവും മോശപ്പെട്ട ജീവിതം പറയുന്ന യൂദായുടെ കയ്യിലാണ് ഈ ബാറ്റൺ കൊടുക്കുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, അനുദപിക്കാനും ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാനും ഒരാൾ തയ്യാറാവുമ്പോൾ അയാളെ വളരെ ഗൗരവമായി എടുക്കുന്ന ഒരു ദൈവം. അപ്പോൾ ആത്യന്തികമായിട്ട് ബൈബിളിൻ്റെ പ്രമേയം ഒന്ന് തന്നെയാണ്, ആദ്യന്തം ട്രസ്റ്റ്. അന്ധമായിട്ട് ദൈവത്തെ ട്രസ്റ്റ് ചെയ്താൽ നമ്മൾ ദൈവം ഒരുക്കുന്ന പദ്ധതികളിൽ എത്തിച്ചേരും, ഇല്ലെങ്കിൽ നമ്മൾ ഈ യാത്രക്കിടയിൽ എവിടെയെങ്കിലും കുഴഞ്ഞു വീണ് മരിക്കും എന്നതാണ്. അപ്പോൾ 20 വയസ്സിന് മുകളിലുള്ള എല്ലാവരും മരിക്കുന്നു. അതിനകത്ത് ആകെ അവിടെ എത്തിച്ചേരുന്നത് ഈ മോശ, അഹറോനും ഉൾപ്പെടെ എല്ലാവരും മരിക്കും. ആകെ എത്തിച്ചേരുന്നത് ഈ ദൈവത്തെ വിശ്വസിച്ച ജോഷുവയും കാലേബും മാത്രമാണ്. ചുരുക്കത്തിൽ ദൈവം വാഗ്ദാനം ചെയ്തതൊക്കെ അതുപോലെ സംഭവിച്ചു. എന്നാൽ അത് വിശ്വസിക്കാതെ മനുഷ്യൻ സ്വന്തമായിട്ട് പറഞ്ഞ പല കാര്യങ്ങളും അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അതാണ് അച്ഛൻ പറഞ്ഞ ഉത്തരത്തിൽ നിന്ന് മനസ്സിലായത്. ഇതുകൂടാതെ സംഖ്യാപുസ്തകത്തിൽ പ്രത്യേകിച്ച് ദേശം ഉറ്റുനോക്കുവാൻ പോകുന്ന ആ ഒരു സംഭവം വളരെ നിർണായകമായൊരു സംഭവമാണ്. അതുകൂടാതെ എന്താണ് സംഖ്യാപുസ്തകത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സന്ദേശം സ്വീകരിക്കാനായിട്ടുണ്ടോ? ഒരുപാട് വളരെ പ്രധാനപ്പെട്ട പാസേജുകൾ ഇതിനകത്തുണ്ട്. ഉദാഹരണത്തിന് പുരോഹിതൻ്റെ ആശീർവാദം, യഹൂദന്മാരുടെ ഏറ്റവും പഴക്കമുള്ള ഒരു ബ്ലെസ്സിങ് പ്രയറാണത്. അത് സംഖ്യയുടെ പുസ്തകത്തിലാണ്. പിന്നെ 70 നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ഈ 70 നേതാക്കന്മാരാണ് പിന്നീട് യേശുവിനെ വിധിക്കുന്ന സെൻഹദ്രീൻ സംഘമായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ പാറയിൽ നിന്ന് വെള്ളം ഒഴുകുന്നത്, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. പിച്ചള സർപ്പം, അത് യേശുവിൻ്റെ കുരിശിൻ്റെ പ്രതീകമാണ്. അതുപോലെ ബാലാമിൻ്റെ ദർശനങ്ങൾ യേശുവിനെക്കുറിച്ചുള്ള പ്രവചനമുള്ളതാണ്. പിന്നെ അഹറോൻ്റെ മരണം, ജോഷുവയുടെ തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം. അതുപോലെ ചാപ്റ്റർ 33 വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ അവർ യാത്ര ചെയ്ത മുഴുവൻ യാത്രാ താവളങ്ങളും ചരിത്രവും, ആ യാത്രയുടെ മുഴുവൻ റീക്യാപിറ്റുലേഷനുള്ള ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 33. ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉള്ള ഒരു പുസ്തകമാണ് സംഖ്യയുടെ പുസ്തകം. അത് അതിൻ്റെ വായന വളരെ എക്സൈറ്റഡായ ഒരു വായനയാണ്. നമ്മൾ നിയമാവർത്തന പുസ്തകത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒത്തിരി ആവർത്തനം അതിൽ കയറി വരുന്നത് പോലെ നമുക്ക് തോന്നും. ബൈബിൾ വളരെ സംക്ഷിപ്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങൾ ആയിരിക്കെ, എന്നാൽ പിന്നെ എന്തിനാണ് ഇതൊക്കെ ആവർത്തിക്കുന്നത്? പല കാര്യങ്ങളും അതുപോലെ തന്നെ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ
ആവർത്തിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം എന്താണ്? അതായത് 2 കാര്യമാണ് നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഒന്ന്, പിന്നിലേക്ക് നോക്കുന്നു മോശ. 2, മുന്നിലേക്ക് നോക്കുന്നു. അപ്പോൾ ലുക്കിംഗ് ബാക്ക്വേർഡ് ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ആണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ ഒരു ദിശ. എന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ നിയമാവർത്തന പുസ്തകത്തിൽ എത്തുമ്പോൾ സംഖ്യയുടെ പുസ്തകം അവസാനിക്കുന്നത് ഇവർ മൊവാബ് സമതലം, അതായത് കാനാൻ ദേശത്തിൻ്റെ അതിർത്തിയായി. ഇനിയിപ്പോൾ ജോർദാൻ കടന്നാൽ കാനാൻ ദേശമാണ്. അപ്പോൾ ഈ മൊവാബ് സമതലത്തിൽ അവർ എത്തിച്ചേർന്നു. ഇനി കാനാൻ ദേശത്തേക്ക് കാലെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ വെക്കുന്നതിന് മുമ്പ് മോശ അവർക്ക് പുതിയൊരു നാട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് നിയമാവർത്തന പുസ്തകം. പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ ഇത് കൊടുക്കുന്നത് പുതിയ ജനറേഷനാണ്. പഴയ ജനറേഷൻ ഈ മോശയുടെ നിയമങ്ങൾ കേട്ട സീനായ് മലയുടെ അടിവാരത്തിൽ വെച്ച് നിയമങ്ങൾ മുഴുവൻ സ്വീകരിച്ച ജനത മരിച്ചു കഴിഞ്ഞു. ഇത് യങ്ങർ ജനറേഷനാണ്. അപ്പോൾ ഈ പുതിയ ജനറേഷൻ തങ്ങൾക്ക് അപരിചിതമായ, പ്രത്യേകിച്ച് വിഗ്രഹാരാധനയുള്ള ഒരുപാട് തിന്മകളുള്ളൊരു ദേശത്തേക്ക് കടക്കുമ്പോൾ ആ ദേശം കീഴടക്കാൻ മോശ നൽകുന്ന ഇൻസ്ട്രക്ഷൻസാണിത്. ഇതിനകത്ത് ഏറ്റവും കൗതുകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ മിലിറ്ററി പ്രാക്ടീസ് അല്ല കൊടുക്കുന്നത്, കാറ്റക്കിസമാണ്. അതായത് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കാനുള്ള പ്രിപ്പറേഷൻ ഈസ് നോട്ട് മിലിറ്ററി ബട്ട് ലിറ്റർജിക്കൽ ആൻഡ് കാറ്റഗറ്റിക്കൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് ഇന്ന് എന്തുമാത്രം പ്രായോഗിക വായനയുള്ളൊരു കാര്യമാണത്. ഇപ്പോൾ മൈഗ്രേഷൻ വളരെ വർദ്ധിക്കുന്നൊരു കാലത്ത് കുട്ടികളെല്ലാം പല സ്ഥലത്തേക്ക്, പുതിയ രാജ്യങ്ങളിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാരേറ്റീവും നമ്മുടെ സ്റ്റോറിയും പ്രധാനമല്ലാത്തെന്ന് കരുതുന്ന വേറൊരു സ്റ്റോറിയിൽ ജീവിക്കുന്ന ഒരു ജനത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ സ്റ്റോറി നന്നായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് നിയമാവർത്തന പുസ്തകം. ഇതുവരെ അവർ ദൈവം നടത്തിയ വഴികൾ മോശ പുതിയ ജനറേഷന് കാറ്റഗിസം ക്ലാസ് എടുക്കുന്നതാണ് നിയമാവർത്തന പുസ്തകം. അപ്പോൾ ആദ്യം അദ്ദേഹം പുറകിലേക്ക് നോക്കുന്നു, അത് പോയ എന്തെല്ലാം നടന്നു. ഇനി അദ്ദേഹം മുന്നിലേക്ക് നോക്കുന്നു. ഇനി നിങ്ങൾക്ക് രാജാവ് ഉണ്ടാവുമ്പോൾ, നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ, അവിടെ ചെല്ലുന്ന ദേശത്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഭാവി മുന്നോട്ട് കണ്ടിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഇതൊരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചൊരു മനുഷ്യന് ഭാവിയെക്കുറിച്ചുള്ളൊരു വെപ്രാളമാണ്, അല്ലെ ആകുലതയാണ് ഈ നിയമാവർത്തന പുസ്തകം. അതായത് ഈ ജനം ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത് എന്നാഗ്രഹിച്ച് അദ്ദേഹം നടത്തുന്ന മോശയുടെ അവസാന പ്രഭാഷണമാണ് ഇത്. അന്യദേവന്മാരെ ആരാധിക്കുന്ന ഒരു ദേശത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ ജീവിക്കാനുള്ള പ്രധാനപ്പെട്ടൊരു സീക്രട്ട് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സീക്രട്ടാണ് യഥാർത്ഥത്തിൽ നിയമാവർത്തന 6:4 ഇസ്രായേലെ കേൾക്കുക, ഷെമ്മ ഇസ്രായേൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ മറക്കാൻ പാടില്ല. നമുക്ക് കൂടുതൽ നിയമാവർത്തനം നമ്മൾ വായിക്കുന്ന സമയത്ത് കാണാം. ഏതായാലും വളരെ ഫലപ്രദമായ ഒരു ആമുഖം നമുക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. വിൽസനച്ച, ഞാൻ ഇനി നമ്മുടെ ഈ ടൈം പീരീഡിൻ്റെ ചർച്ച കഴിയുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ അച്ഛൻ ഈ പോഡ്കാസ്റ്റിൽ ചേരണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഒരു എൻഡിൽ നിന്ന് ഇങ്ങനെ വായനക്കാരെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളിത് വായിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ ഈ ബൈബിൾ വായനാ പദ്ധതി മുന്നോട്ട് നീങ്ങുമ്പോൾ വായനക്കാരുടെ ഭാഗത്ത് നിന്ന് അവർക്ക് ഈ ബൈബിൾ വായനാ പദ്ധതിയിൽ പങ്കുചേർന്നത് വഴിയായി അവരെങ്ങനെയാണ് ഇതിനെ അനുഭവിക്കുന്നത് എന്നറിയാൻ ഒരാഗ്രഹം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ചതിൻ്റെ കാരണം അച്ഛൻ ഇത് വളരെ ശ്രദ്ധയോടെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. മാത്രമല്ല അച്ഛൻ ഇതിനു മുമ്പ് തന്നെ ബൈബിൾ പലയാവർത്തി വായിക്കാൻ ശ്രമിക്കുകയും ബൈബിൾ വായനാ പദ്ധതി പല രീതിയിൽ അച്ഛൻ തന്നെ സ്വയമായിട്ട് ബൈബിൾ വായിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വായനാ പദ്ധതിയിൽ പങ്കുചേരുമ്പോൾ അച്ഛൻ വായനക്കാരുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് അച്ഛൻ എങ്ങനെയാണ് ഇതിനെ, ഈ വായനാ പദ്ധതിയുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം? നമ്മുടെ ചർച്ചയുടെ ആരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ അപൂർവമായ ഒരവസരമാണ് ഈ ബൈബിൾ വായനയിലൂടെ എനിക്ക് ലഭിച്ചത്. പ്രത്യേകിച്ച് ബൈബിൾ പല പ്രാവശ്യം വായിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അത് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണയും എനിക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ബൈബിൾ വായിച്ചത് പഴയ നിയമമായിട്ടും പുതിയ നിയമമായിട്ടും പുസ്തകങ്ങളായിട്ടും വാചകങ്ങളായിട്ടുമൊക്കെയാണ്. പക്ഷേ ബൈബിള് ആദ്യമായിട്ടാണ് വായിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ കാരണം ഇങ്ങനെ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ബൈബിൾ ഒരു പുസ്തകമാണ് എന്ന് എനിക്ക് കുറച്ചുകൂടി ബോധ്യമായത്. കാരണം അതുവരെയും ബൈബിളിലുള്ള പുസ്തകങ്ങളെയൊക്കെ നമ്മൾ അതിൻ്റെ ചരിത്ര സാങ്കത്യമനുസരിച്ചൊക്കെ വേർതിരിച്ച് കാണുകയും ഓരോന്നിനെയും ഓരോ വിധത്തിൽ അതിൻ്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ ബൈബിളിന് ഒരു സന്ദേശമേ ഉള്ളൂ എന്ന് അച്ഛൻ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. വിശ്വസിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജനതയുടെ ചരിത്രമാണിത്. അത് അതിൻ്റെ പൂർണ്ണതയിലെത്തിച്ചേരുന്ന കാഴ്ചയാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ കാണാൻ സാധിക്കുന്നത് എന്ന് അച്ഛൻ മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബൈബിൾ വായന വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. അതെനിക്ക് മാത്രമല്ല,
എന്നോടൊപ്പം ബൈബിൾ വായിക്കുന്ന എല്ലാവർക്കും അതായിരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഓരോ ഭാഗം ഓരോ ദിവസത്തെയും ബൈബിൾ വായന പൂർത്തിയാക്കി കഴിയുമ്പോൾ പിറ്റേ ദിവസം ഞാൻ അതിൻ്റെ കമൻസ് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ കമൻസിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു വികാരം, ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാം വലിയ ആനന്ദത്തോടു കൂടെയാണ് ഇതിൽ പങ്കുചേരുന്നത് എന്നുള്ളതാണ്. അവരുടെ പ്രതികരണത്തിൽ നിന്ന് ഞാൻ കാണുന്ന ഒരു വികാരം, അവരെത്രമാത്രം കൊതിയോടുകൂടെയാണ് ഇതിനു വേണ്ടി കാത്തിരിക്കുന്നത്, അവരെത്രമാത്രം രുചിയോടുകൂടെയാണ് ഇത് ആസ്വദിക്കുന്നത് എന്നുള്ള വിധത്തിലാണ്. അതുപോലെ തന്നെ ഇത് യഥാർത്ഥത്തിലൊരു രക്ഷാകര യാത്രയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛനിപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിൽ ആ രക്ഷാകര യാത്രയുടെ ഒരു സാങ്കത്യമൊക്കെ അച്ഛൻ നന്നായിട്ട് വിശദീകരിക്കുന്നത് കൊണ്ട് അതുമായിട്ട് കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കാൻ എനിക്കിതിനെ സാധിക്കുന്നുണ്ട്. ഒരു വലിയ ജനം ഒരു വലിയ യാത്ര നടത്തുകയാണ്, ഒരു രക്ഷാകര യാത്ര. അത് ഉൽപ്പത്തിയിൽ ആരംഭിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ എത്തിച്ചേരുന്ന ഒരു യാത്രയാണ്. അപ്പോൾ അത് മുന്നോട്ട് പോകും തോറും അത് കൂടുതൽ അനുഗ്രഹപ്രദമാകും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ ഒരു പ്രാർത്ഥന, ഈ യാത്രയിൽ മരുഭൂമിയിൽ അലഞ്ഞ് തിരിഞ്ഞവർക്ക് നഷ്ടപ്പെട്ടു പോയതുപോലെ നഷ്ടങ്ങളൊന്നും ഉണ്ടാകരുതേ, എല്ലാവരും തുടങ്ങിയവരെല്ലാം അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഈ യാത്രയിൽ അണിചേർന്ന് ഒടുവിൽ ഈ യാത്ര പൂർത്തിയാക്കാൻ ഇടയാകണമേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. നമ്മൾ ഈ ബൈബിൾ വായനാ പദ്ധതിയിൽ മുന്നോട്ട് നീങ്ങുന്ന സമയത്ത്, വായിക്കുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം എന്തെന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് ഒരിക്കലും എനിക്ക് ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ഒരു വികാരാധീനത ഉണ്ടായിട്ടില്ല. എനിക്ക് പലപ്പോഴും പല ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യേണ്ട വരുന്നുണ്ട്. കാരണം ഞാൻ അറിയാതെ കരഞ്ഞു പോവാണ്. ബൈബിളിലെ സംഭവങ്ങളിൽ നമ്മുടെ എൻഡിൽ നിന്ന് നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ബൈബിളിലെ സംഭവങ്ങൾ നമ്മൾ ആദ്യമായിട്ടാണ് ആ സംഭവങ്ങളുടെ ഭാഗമായി നമ്മളെ കണ്ട് വായിക്കുന്നത്. മറ്റേത് നമ്മൾ വേറെ ഏതോ ലോകത്ത് നടന്ന ഒരു സംഭവം നമ്മൾ വായിക്കുന്നു, മനസ്സിലാക്കുന്നു. പക്ഷെ അതിനപ്പുറത്ത് നമ്മൾ ആ വായനക്കാരായ നമ്മളതിൻ്റെ ഭാഗമായിട്ട് വായിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. അച്ഛന് അങ്ങനെ വല്ലതും ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് ആണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു അനുഭവമായി മാറുന്നു എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ബൈബിൾ വായിച്ചതൊക്കെ നമ്മുടെ ഏതെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രിപ്പറേഷന് വേണ്ടിയൊക്കെ ആകാം. പക്ഷേ യഥാർത്ഥത്തിൽ ബൈബിള് മനസ്സിലാക്കാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ബൈബിള് നന്നായിട്ട് അനുഭവിക്കാനുള്ള ഒരാഗ്രഹത്തോടു കൂടെയുള്ള വായനയാണ്. അങ്ങനെ ചെയ്താൽ അത് തീർച്ചയായും വ്യക്തിപരമായ ഒരു അനുഭവമാകും. അതുമാത്രമല്ല, പറയുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ ദർശനങ്ങൾ നൽകുന്നുണ്ട്. ബൈബിളിനെ കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണകൾ നമ്മൾ പലതും അതിൻ്റെ വാച്യാർത്ഥത്തിൽ വായിച്ച് തള്ളിയതാണ്, അല്ലെങ്കിൽ അതിന് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചതാണ്. പക്ഷെ എല്ലാം പ്രധാനപ്പെട്ടതാണ്. നമുക്ക് മോശമെന്ന് തോന്നുന്നത് പോലും പ്രധാനപ്പെട്ടതാണ് എന്നച്ഛൻ പറയുമ്പോൾ, അല്ലെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് വിശദീകരിച്ച് തരുമ്പോൾ ബൈബിൾ മുഴുവൻ വളരെ പ്രധാനപ്പെട്ട നിധികളാണ്. അതിലൊന്നും മാറ്റാനില്ല, ഒന്നും കൂട്ടിച്ചേർക്കാനില്ല എന്നുള്ള സത്യം ഒരിക്കൽ കൂടി വെളിവാകും. നമ്മുടെ ഈ ബൈബിൾ വായനാ പദ്ധതിയിൽ പങ്കുചേരുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന ഒരു പ്രത്യേക അനുഭവം, ബൈബിളിലെ യഥാർത്ഥത്തിൽ ബൈബിളിൻ്റെ ഗ്രന്ഥകർത്താവ് പരിശുദ്ധാത്മാവാണ് എന്ന് നമുക്ക് കുറെ കൂടി ആഴത്തിൽ ബോധ്യപ്പെടാൻ ഇത് സഹായിക്കുന്നുണ്ട്. കാരണം ബൈബിളിലെ 73 ഗ്രന്ഥങ്ങളും ഒറ്റപ്പെട്ട പുസ്തകങ്ങളല്ലെന്നും, പ്രത്യേകിച്ച് അത് ചേർത്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ ആ ഓർഡർ പോലും എത്രമാത്രം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് സംഭവിച്ചതെന്നും പരിശുദ്ധാത്മാവാണ് ബൈബിളിൻ്റെ എഴുത്തുകാരനെന്നും മനസ്സിലാക്കാൻ ഈ വായന സഹായിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് ഒരു കാര്യം അച്ഛനിൽ നിന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വളർച്ച സംഭവിച്ചത് ബൈബിൾ വായനയിലൂടെയാണ്. എത്രമാത്രം ഇത് വായനക്കാരെ വിശ്വാസത്തിൽ വളരാൻ സഹായിക്കും എന്ന തലത്തിൽ അച്ഛന് ചിന്തിച്ചിട്ടുണ്ടോ? 100%. കാരണം ഈ വിധത്തിൽ ബൈബിൾ വായിച്ചാൽ അങ്ങനെ ആകാതിരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ മനഃപൂർവ്വം ഞാൻ അങ്ങനെ ആകത്തില്ല എന്ന് നിർബന്ധം പിടിക്കേണ്ടി വരും. ഈ വിധത്തിൽ ബൈബിൾ വായിച്ചാൽ നമ്മളെ ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിച്ച ഒത്തിരി പേരുടെ അടുത്തേക്ക് ഉത്തരവുമായിട്ട് നമ്മൾ പാഞ്ഞു ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം പലരും ബൈബിളിൻ്റെ ഈ തുടർച്ചയില്ലായ്മ അല്ലെങ്കിൽ ബൈബിളിലുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് നമ്മളെ പലപ്പോഴും ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. വൈരുദ്ധ്യങ്ങൾക്ക് പോലും രക്ഷാകര പദ്ധതിയിൽ ഒരു വലിയ അർത്ഥമുണ്ട് എന്ന് അച്ഛൻ സംസാരിക്കുമ്പോൾ, ബൈബിളിൽ ഉള്ളതൊന്നും വെറുതെ എഴുതപ്പെട്ടതല്ല, അത് പരിശുദ്ധാത്മാവ് എഴുതിയതാണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ശേഖരിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തത കൈവരികയാണ്. അതാണ് ഇതിൻ്റെ വലിയ ഒരു ത്രെഡ്. അതിനാണ് നമുക്ക് വലിയൊരു ആശ്വാസം. ഈ ബൈബിൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസമുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബൈബിള്
എനിക്ക് ഉത്തരം മുട്ടിക്കുന്ന ഒരു പുസ്തകമല്ല, പിന്നെയോ എല്ലാത്തിനും ഉത്തരമുള്ള ഒരു പുസ്തകമാണെന്നുള്ള ഒരു ധൈര്യം ഇപ്പോൾ കിട്ടുന്നുണ്ട്. അത് എനിക്ക് അച്ഛൻ്റെ പേര് ഞാൻ അച്ഛൻ്റെ സ്വകാര്യതയെ മാനിച്ച് പറയുന്നില്ല. അദ്ദേഹം വളരെ പ്രശസ്തനായ, വളരെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനായ വൈദികൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ വലിയ അനേക വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു ഇൻ്റലക്ച്വൽ കോൺഫ്ലിക്റ്റ് ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആ സൃഷ്ടി വിവരണങ്ങൾ വായിച്ച സമയത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മാറി. അച്ഛനെ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എനിക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന എൻ്റെ ഒരു ഇൻ്റലക്ച്വൽ കോൺഫ്ലിക്റ്റ് മാറി എന്നെന്നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ പറയാതിരുന്നാൽ അത് നന്ദികേടാവും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത്. അത് ഒരാളുടെ മാത്രം കാര്യമല്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ കാര്യത്തിൽ, അതുപോലെ വായിക്കുന്ന എല്ലാവരുടെയും കാര്യത്തിൽ, ഈ ബൈബിളിൽ ഉദാഹരണം പറഞ്ഞാൽ 7 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഇതൊരു മുത്തശ്ശി കഥയാണോ, ഇത് ഒരു ചിൽഡ്രൻ സ്റ്റോറിയാണോ എന്ന് ചിന്തിച്ചിരുന്ന സ്ഥാനത്ത് നമുക്കതിനെ വളരെ ദൈവികമായിട്ട് മനസ്സിലാക്കാൻ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. സത്യത്തിൽ നമ്മളിതിനെല്ലാം നന്ദി പറയേണ്ടത് ജെഫ് കെവിൻസ് എന്ന ബൈബിൾ പണ്ഡിതനോടാണ്. അദ്ദേഹമാണ് ഈ വിധത്തിൽ ബൈബിൾ വായിക്കാൻ ലോകത്തെ പഠിപ്പിച്ചത്. അദ്ദേഹം ജീവനോടെ ഉണ്ട്. അദ്ദേഹം കൂടി ഒപ്പിട്ട സർട്ടിഫിക്കറ്റാണ് നമ്മുടെ വായനക്കാർക്ക് ലഭിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയുകയും അസെൻഷനെ പ്രത്യേകം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യാം. ഒത്തിരി സന്തോഷം. നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ, ഞാനും യഥാർത്ഥത്തിൽ ഈ ഒരു ഡിസ്കഷൻ വളരെ എൻജോയ് ചെയ്തു. അച്ഛൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും തുടർന്നും നമ്മുടെ എപ്പിസോഡുകളിൽ ഉണ്ടാവണം എന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മുടക്കമില്ലാതെ വചനവായനയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് അത് സഹായകരമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട്, സുഹൃത്തുക്കളോട് ഈ വചനവായനാ പദ്ധതിയെ പരിചയപ്പെടുത്താനും നിങ്ങളോട് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. 52-ാമത്തെ ദിവസം മുതൽ 80-ാമത്തെ ദിവസം വരെയാണ് നമ്മുടെ ഈ പുതിയ കാലഘട്ടം. നമ്മൾ വായിക്കാൻ പോകുന്നത് സംഖ്യയുടെ പുസ്തകവും നിയമാവർത്തന പുസ്തകവും സങ്കീർത്തനങ്ങളും. നിങ്ങൾക്ക് ഈ 52-ാമത്തെ ദിവസം മുതൽ വചനവായനയിൽ കൂടുതൽ ഉത്സാഹവും താല്പര്യവും ദൈവം തരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിൽസനച്ചനോട് ചേർന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ.